ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ. നമ്മുടെ വിജയമ്മയ്ക്ക് എന്നുള്ള പോലെ വെയ്യ മരുന്നെല്ലാം കഴിക്കുന്നുണ്ട്. പിന്നെ വാവൂസിന് ഇത്ര നാൾ ലീവായിരുന്നു. നാളെ മുതൽ ക്ലാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ രാവിലത്തെ ഇന്നത്തെ സ്പെഷ്യൽ റവി ഉപ്മാവാണ് കേട്ടോ. വാവൂസിന് റവി ഉപ്മാന്ന് വെച്ചാൽ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അച്ഛൻ ഒരു പാക്കറ്റ് മേടിച്ച് വന്നായിരുന്നു. അതെല്ലാം പാതി ഇന്നലെ വെച്ചായിരുന്നു. പിന്നെ അതിൻ്റെ പാതി എന്ന് വെക്കുന്നത് കേട്ടോ. വാവൂസിന് റവി ഉപ്മാ എന്ന് വെച്ചാൽ സേമിയ ഉപ്മാ വലിയ ഇഷ്ടമല്ല, റവി ഉപ്മാ ഒത്തിരി ഇഷ്ടമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വീണ്ടും റവി ഉപ്മാ തന്നെ ആക്കി. 2 ദിവസം അടുപ്പിച്ച് ഇങ്ങനെ റവി ഉപ്മാവാണ് കേട്ടോ. വറുത്ത റവയൊന്നും അല്ലായിരുന്നു. ചില സമയം നമ്മൾ മേടിക്കുമ്പോൾ വറുത്ത റവയൊക്കെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾക്ക് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇന്ന് വറുക്കാത്ത റവയാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നമ്മൾ വറുക്കാണ്, കരിയാതെ വറുക്കാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വറുത്ത് ആകെപ്പാടെ കരിയിപ്പിച്ചു. വറുത്ത റവ മേടിച്ച് കുറേ ഇങ്ങനെ ഇളക്കി അങ്ങനെ ഞാൻ കരിയിപ്പിച്ച അവസ്ഥയായിരുന്നു. കഴിഞ്ഞ ആഴ്ച അങ്ങനെ ചെയ്തായിരുന്നു. അപ്പോൾ അമ്മ വറുത്ത റവയാണോ നോക്കിയിട്ട് അങ്ങ് വറുത്താൽ മതി എന്ന് പറഞ്ഞ് ഇങ്ങ് പുറത്ത് നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് വറുക്കാത്ത റവയാണ് കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് കരിയാതെ വറുക്കുക. അപ്പോൾ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, തക്കാളി ഇതെല്ലാം അമ്മ സെറ്റാക്കി തന്നതാണ്. അമ്മ പുറത്തിരുന്ന് ഇങ്ങനെ കുക്കിങ്ങിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അമ്മ കട്ട് ചെയ്ത് തരും കേട്ടോ. അമ്മയ്ക്ക് നിന്നിട്ട് പണിയൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അമ്മ ഇരുന്നിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും ആ ജോലിയെല്ലാം എങ്ങനെ ചെയ്തു തരും. അപ്പോൾ ഞാൻ അപ്പോഴത്തേക്കും വേറെ ജോലിയും ചെയ്യുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ സ്ലിമ്മിൽ വെച്ചിട്ട് അങ്ങ് റവയൊക്കെ ഏകദേശം വറുത്ത് കഴിയാറായി. വറുത്ത ഒരു പാത്രത്തിലൊക്കെ നല്ല ചൂടുണ്ട് കേട്ടോ. എന്നിട്ടും ചെറുതായിട്ട് ഇങ്ങനെ കരിഞ്ഞിട്ടുണ്ട്. അടിഭാഗം ഇങ്ങനെ ചെറുതായി ഇങ്ങനെ ചീഞ്ചട്ടിയാണ് അവിടെ ഇങ്ങനെ കരിഞ്ഞിട്ടുണ്ട്. സ്പീഡിൽ വെച്ചാൽ പിന്നെ എന്തായാലും പണി കിട്ടും. നെക്സ്റ്റ് എണ്ണ ഒഴിക്കാൻ പോകട്ടെ, വെളിച്ചെണ്ണ ഒഴിക്കാൻ പോകട്ടെ. ഇവിടെ എന്ത് പാചകം ചെയ്യുന്നതും വെളിച്ചെണ്ണയിലാണ്. ഓയിലൊന്നും ഇപ്പം അധികം മേടിക്കുന്നില്ല. ഓയിലേ മേടിക്കുന്നില്ല, വെളിച്ചെണ്ണ മാത്രമാണ് മേടിക്കുന്നത്. ഇപ്പോൾ വെളിച്ചെണ്ണയിൽ പാചകം ചെയ്ത് കുക്കിംഗ് ചെയ്ത് ഇഷ്ടമായി. വെളിച്ചെണ്ണയിൽ പിന്നെ വേറെ ഇതിലൊന്നും ഉണ്ടാക്കാൻ തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ എണ്ണയെല്ലാം അങ്ങ് ചൂടായി കഴിഞ്ഞോട്ടോ. നെക്സ്റ്റ് കടുക് ഇങ്ങ് ചെടുപിടേന്ന് പൊട്ടുക കേട്ടോ. ഞാൻ കുറച്ച് ലോങ് നിൽക്കുക. കടുകൊക്കെ കയ്യിലേക്ക് പൊട്ടിത്തെറിക്കുന്ന വെച്ച് ഉള്ളിയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഉള്ളി ഇടാൻ പോവുക. ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, കുറച്ച് ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ക്യാരറ്റ്, ബീൻസ്, പിന്നെ പച്ചപ്പട്ടാണി ആ സംഭവമൊന്നും ഇല്ല. അതുകൊണ്ട് ഇത് മാത്രമേ ഇട്ടുള്ളൂ. അതും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്. ഗ്രീൻ പീസ് വാവൂസിന് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ അതില്ലായിരുന്നു. ഇല്ലയെന്നല്ല, ഉണ്ട്. പക്ഷെ അത് വെള്ളത്തിലിട്ടില്ലായിരുന്നു. വെള്ളത്തിലിടാൻ മറന്നുപോയായിരുന്നു. ഉപ്മാ ഉണ്ടാക്കേണ്ട പ്ലാൻ തന്നെ രാവിലെ ആയിരുന്നു തീരുമാനിച്ചത്. വാവൂസിന് ഉപ്മാ മതി. നിങ്ങൾ ദോശ ഉണ്ടാക്കാനാണ് പ്ലാൻ ഇട്ടേ. രാവിലെ ആയിരുന്നു ഉപ്മാ വേണമെന്ന് വാവൂസിങ് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്നാൽ ആയിക്കോട്ടെ എന്ന് വെച്ചു. അപ്പോൾ വേറെ ഇടേണ്ട സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ മീൻ കറിക്കാണ് കേട്ടോ വേറെ സംഭവമെല്ലാം കാണുന്നത്. ഉള്ളി, കറിവേപ്പില എല്ലാം മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി അമ്മ ഉള്ളിയുടെ തൊലിയെല്ലാം കളഞ്ഞ് വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഇതും കട്ട് ചെയ്ത് വെച്ചതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡ് തന്നെ ആയിട്ടോ. തക്കാളി ഇപ്പോൾ ഏകദേശമൊക്കെ ഇങ്ങ് വാടിക്കയ്യാറായിട്ടോ. തക്കാളി വാടി കഴിഞ്ഞിട്ട് വേണം പിന്നെ വെള്ളം ഒഴിക്കാൻ. റവ ഉപ്മാവില്ലേ ഇത്. ഈ ഉപ്മാ നല്ല ടേസ്റ്റുള്ള ഉപ്മാ. ഇന്നലെ ഉണ്ടാക്കി. ഇതിന് മുന്നേ മേടിച്ചിട്ടൊന്നും അത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു. ഇത് നല്ല കഴിക്കാൻ നല്ല നൈസുള്ള റവയാണ്. പിന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ്. നമ്മൾ കേസരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെയൊക്കെ കിട്ടുന്നുണ്ട്. ഇത് അടിപൊളി നല്ല റവയാണ്, നല്ല ക്വാളിറ്റിയിൽ റവ കേട്ടോ. അപ്പം അങ്ങ് നമ്മൾ വെള്ളമെല്ലാം ഒഴിച്ച് റവ ഇട്ട് കഴിഞ്ഞു. പിന്നെ കയ്യിൽ ഇങ്ങനെ തെറിക്കുന്നുണ്ട്. അപ്പം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. കയ്യിലില്ലെങ്കിൽ ആകെപ്പാടെ ഇങ്ങനെ കയ്യിൽ തെറിക്കും. എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കയ്യിൽ തെറിക്കും. അതുകൊണ്ട് ഞാനിങ്ങ് കുറച്ച് ലോങ്ങിൽ നിന്നിട്ട് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ എൻ്റെ കൈ ആകെപ്പാടെ അവിടെ ഇവിടെ ഇങ്ങ് പൊള്ളം കുത്തിയ പോലെ ആവും. മൗസ് പുറത്തുനിന്ന് ഉപ്മാവ് ആയില്ലേ നിങ്ങൾ ചുമ്മാ ചോദിച്ചുകൊണ്ടിരിക്കുക. പുറത്ത് ഒത്തിരി ജോലി ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഉപ്മാ ഉണ്ടാക്കാൻ വന്നത്. അപ്പോഴത്തേക്കും ഇപ്പോൾ സമയം ഏകദേശം 9:30 ആയിട്ടോ. വാവൂസ് സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ 8:30 ഫുഡ് കഴിക്കുന്നത്. എന്നാൽ 1 മണിക്കൂർ ഇങ്ങനെ ലേറ്റായി. അപ്പോൾ വാവൂസ് പറയുമോ സ്കൂൾ ഉണ്ടാകുമ്പോൾ നേരത്തെ ഉണ്ടാക്കാം മമ്മി, വീട്ടിലുള്ളപ്പോൾ ഫുഡ് നേരെ തരത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങ് വാവൂസ് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ ഉപ്മാവ് റെഡി ആയി കഴിഞ്ഞു കേട്ടോ. കേസരിക്ക് ആക്കുന്ന പോലെ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ വാവൂസ് ഇത് ഉണ്ടാക്കുമ്പോൾ മമ്മി എനിക്ക് കേസരി വേണമെന്ന് പുറത്തുനിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഉപ്മാവ് എനിക്ക്, അമ്മയ്ക്ക്, വാവൂസിന് മാത്രം ഉപ്മാവ്. പിന്നെ അച്ഛന് വെള്ളച്ചോറുണ്ട്. അപ്പോൾ അച്ഛന് വെള്ളച്ചോറ് മതി എന്ന് പറഞ്ഞു. ഉപ്മാവ് അച്ഛൻ അധികം കഴിക്കത്തില്ല. അച്ഛൻ പണിക്കെല്ലാം പോയി വരുന്നതുകൊണ്ട് അച്ഛന് വെള്ളച്ചോറ് ഈ ചൂട് സമയത്ത് നല്ലത്. അപ്പോൾ അതുകൊണ്ട് അച്ഛന് ഉപ്മാവ് മതി പറഞ്ഞു. ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇതൊരു കൊച്ചു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കില്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷനുകളൊക്കെ വരണമെങ്കിൽ നിങ്ങൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാലും ഞങ്ങൾ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ വീണ്ടും അടിപൊളി വീഡിയോയിൽ കാണാം ഗായ്സ്. ടാറ്റാ ബൈ, ടേക്ക് കെയർ.